മാധ്യമം എഡിറ്റോറിയൽ 2025 ഫെബ്രുവരി 13 വ്യാഴം. ഉരുക്ക് അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 25% തീരുവ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുവയെ അമേരിക്ക സാമ്പത്തിക രാഷ്ട്രീയായുധമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശത്രുതയ്ക്ക് ആക്കം കൂട്ടുന്നതിനു പുറമെ സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കുകയും ചെയ്യും എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ട്രംപിന്റെ തീരുവ യുദ്ധം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം ഊഴം തുടങ്ങിയതുതന്നെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ ഒരുപോലെ വിക്രിയകൾ കാട്ടാനൊരുമ്പെട്ടാണ്. അധികാരമേറ്റെടുത്ത ഉടനെ കുറെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഇറക്കി. അക്കൂട്ടത്തിൽ കുടിയേറ്റക്കാർക്ക് പ്രതികൂലവും ജന്മസിദ്ധ പൗരത്വം റദ്ദ് ചെയ്യുന്നതുമായ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധം എന്ന നിലയിൽ കോടതി തടഞ്ഞിരിക്കുന്നു. ഫലസ്തീൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഗസ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുള്ള ഭീഷണികൾ വേറെ. അതിനിടയിൽ സാമ്പത്തിക രംഗത്ത് ഉരുക്ക് അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 25% തീരുവ നടപ്പാക്കാനുള്ള തീരുമാനവും വാർത്തകൾ സൃഷ്ടിച്ചത് സ്വാഭാവികം. കൂടുതൽ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇറക്കുമതി നിയന്ത്രണങ്ങളും തീരുവകളും വരും എന്ന പ്രസ്താവന കൂടി വന്നപ്പോൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ഇളക്കങ്ങളുണ്ടായതും സ്വാഭാവികം. ഉരുക്ക് അലൂമിനിയം ഇറക്കുമതി ഉൾപ്പെടെ അമേരിക്കയിലേക്ക് അനേകം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയോട് ചൊടിക്കാൻ താമസമുണ്ടായില്ല. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെലയൻ പറഞ്ഞത് US തീരുമാനത്തിനു മറുപടി ഇല്ലാതെ പോകില്ല എന്നാണ്. അഥവാ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇറങ്ങുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രതികാര തീരുവ നേരിടേണ്ടി വരും എന്ന്. ഇറക്കുമതികൾക്ക് വില കൂടിയാൽ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും അതനുസരിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ട്രംപ് സിദ്ധാന്തം. എന്നാൽ 2018 ഇതേപോലെ തീരുവ ചുമത്തിയപ്പോഴുള്ള അനുഭവം അതല്ല. ട്രംപിന്റെ ആദ്യ ഊഴത്തിൽ മൊത്തം $400 ബില്യൺ ഇറക്കുമതികൾക്കുമേൽ ചുമത്തിയ തീരുവകൾ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥക്ക് കാര്യമായ ക്ഷീണമാണുണ്ടാക്കിയത്. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനവും ഗാർഹിക വരുമാനവും ആകെ തൊഴിലവസരങ്ങളും താഴോട്ടുപോയി. തീരുവകളുടെ അഭാവത്തിൽ ഉണ്ടാവുമായിരുന്നതിനേക്കാൾ 75,000 തൊഴിലവസരങ്ങൾ കുറഞ്ഞു എന്നാണ് കണക്ക്. 2018 ആദ്യ ഇരയായ മെക്സിക്കോ, കാനഡ എന്നീ അയൽ രാജ്യങ്ങളെ തൽക്കാലം ഒഴിവാക്കിയിരുന്നു. എന്നാൽ അത് വീണ്ടും നടപ്പായതോടെ പ്രതികാര നികുതികൾ തിരിച്ചും വന്നു. തുടർന്ന് ഭേദഗതികളോടെ അത് ഒതുക്കി തീർക്കുകയാണുണ്ടായത്. അമേരിക്കയുടെ ഉരുക്ക് ഇറക്കുമതിയിൽ 1-ാം സ്ഥാനത്ത് കാനഡയും 3-ാം സ്ഥാനത്ത് മെക്സിക്കോയുമാണ്. എന്നാൽ ലോക ഉരുക്ക് കയറ്റുമതിയുടെ പകുതിയോളം കൈയാളുന്ന ചൈനയുടെ ഉരുക്ക് കഴിഞ്ഞ വർഷം അമേരിക്കൻ ഇറക്കുമതിയുടെ വെറും 2% അത്രേ. പക്ഷേ ചൈനയെ സാമ്പത്തികമായി ശോഷിപ്പിക്കുക അമേരിക്കൻ അജണ്ടയാണല്ലോ. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേൽ 10% തീരുവ ചുമത്തിയപ്പോൾ ചൈനയും പ്രകൃതിവാതകം, കൽക്കരി, അസംസ്കൃത എണ്ണ എന്നിവയുൾപ്പെടെ അമേരിക്കൻ ഇറക്കുമതികൾക്കുമേൽ ചുങ്കം ചുമത്തി. അതിനു പുറമെ അമേരിക്കൻ വ്യവസായങ്ങൾക്കെല്ലാം ആധാരമായ ധാതുവസ്തുക്കളുടെയും ഇതര ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിലും നിയന്ത്രണങ്ങൾ വരുത്തും എന്നാണ് ചൈനീസ് നിലപാട്. നേരത്തെ ഒരു അനിയന്ത്രിത ഉരുളക്കുപ്പേരി വ്യാപാര യുദ്ധം ദോഷം ചെയ്യുമെന്നതിനാൽ ചൈന എല്ലാ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേലും തീരുവ ചുമത്താൻ തുനിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നങ്ങനെയല്ല ചൈനയുടെ പെരുമാറ്റം. ഒരു വശത്ത് ഇറക്കുമതി കുറക്കുന്നതിലൂടെ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുമ്പോൾ അവ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുള്ള US ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയും മാത്സര്യത്തിൽ പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്യും. പക്ഷേ തീരുവയെ അമേരിക്ക സാമ്പത്തിക രാഷ്ട്രീയായുധമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് രാഷ്ട്രീയ ശാസ്ത്രവത്തിന് ആക്കം കൂട്ടുന്നതിന് പുറമെ സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കുകയും ചെയ്യും. ട്രംപിന്റെ തീരുവ യുദ്ധപ്രഖ്യാപനം വന്ന ഉടനെ ഓഹരി വിപണിയിലും സ്വർണ്ണ വിപണിയിലുമുണ്ടായ ഇളക്കങ്ങൾ ഉദാഹരണം. ഇതേ മട്ടിൽ EUവും ചൈനയും മറുനികുതികൾ ചുമത്തിയാൽ ഈ അസ്ഥിരത വർദ്ധിക്കുകയുള്ളൂ. മറ്റു പല ട്രംപ് തീരുമാനങ്ങളെപ്പോലെ ഈ തീരുവ യുദ്ധത്തിലും കരാർ ലംഘനങ്ങളാണ് മുഖ്യ പ്രശ്നം. ഭരണകൂടങ്ങൾ മാറിയാലും രാഷ്ട്രങ്ങൾ പൊതുവെ അന്താരാഷ്ട്ര ഉടമ്പടികൾ മാനിക്കുന്നതാണ് കീഴ്വഴക്കം. എന്നാൽ ട്രംപിന് കീഴ്വഴക്കവും നാട്ടുനടപ്പും ഒന്നും ബാധകമല്ലല്ലോ. ഇറാനുമായുള്ള 2015 ആണവ കരാർ
ട്രംപ് ഏകപക്ഷീയമായി റദ്ദു ചെയ്തതും ആഗോളതാപനം തടയുന്ന 2016 പാരീസ് ഉടമ്പടിയിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതും ശേഷം ജോ ബൈഡൻ ഭരണകൂടം വീണ്ടും ചേർന്നതും ഓർക്കാം. എന്നാൽ പാരീസ് ഉടമ്പടിയിൽ ഇനി തുടരില്ല എന്ന് വീണ്ടും ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഗസയെ യുദ്ധവിമുക്തമാക്കാനുള്ള കരാറിലും ഇടങ്കോലിടുന്ന രീതിയിലാണ് ട്രംപിന്റെ നീക്കങ്ങൾ. ആഗോള വ്യാപാര വിഷയത്തിൽ ലോക വ്യാപാര സംഘടന അഥവാ WTOയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാര നിയന്ത്രണങ്ങളും തീരുവകളും കുറച്ച് 1995 ഒപ്പിട്ട വ്യാപാര കരാറുകളെ മുഴുവൻ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ട്രംപ് തോന്നും പോലെ ഇറക്കുമതി ചുങ്കം ചുമത്താൻ തുനിയുന്നത്. പല മൂന്നാം ലോക രാജ്യങ്ങളിലെയും ജനകീയ എതിർപ്പുകൾ അവഗണിച്ച് സ്വകാര്യവൽക്കരണം, ആഗോളീകരണം, ഉദാരീകരണം എന്നീ അടിസ്ഥാനങ്ങളിൽ WTO കരാറുകൾ അനുസരിച്ചാണ് ഇന്ന് ലോക വ്യാപാരത്തിൻ്റെ 80% നടക്കുന്നത്. എന്നാൽ അതിനു മുൻകൈയെടുത്ത US അതെല്ലാം മറന്ന മട്ടാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ഇടപാടുകളും ഒട്ടൊക്കെ സംഘർഷരഹിതമായി നടക്കുന്നത് ഒരു മിനിമം മാന്യതയുടെ അനുമാനത്തിലുള്ള ഉടമ്പടികളിലൂടെയാണ്. അത് നടപ്പാക്കാൻ സൈനിക ശേഷിയുള്ള അധികാരകേന്ദ്രമൊന്നുമില്ല. അതിനാൽ കയ്യൂക്കുള്ളവൻ കാര്യം നേടുന്ന ലോക വ്യവസ്ഥക്ക് കയ്യൊപ്പ് ചാർത്തുന്ന പണി തന്നെയാണ് ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്കയുടെ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സ്വയം കൃതാനർത്ഥങ്ങൾ സംഭവിക്കുമ്പോഴേ അതിന് ഒരറുതിയുണ്ടാവൂ.